ഒറ്റ ദിവസം കൊണ്ട് 1,00,000 പേരോളം കണ്ടൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാവേ. ഞാൻ ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാവേ. ഞാൻ ഉലുവായിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണേ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കയ്യിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കരിയാപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കിന്ന് ഇളക്കി കൊടുക്കാവേ. നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇത് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇച്ചിരി ഏറെ വേണം, എന്നാൽ ഉള്ളിക്കറിക്ക് ഇച്ചിരി ടേസ്റ്റ് കിട്ടുള്ളേ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് നന്നായിട്ട് വഴറ്റണം. നമുക്കതിലേക്ക് ഇച്ചിരി തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി തക്കാളി അരച്ച് വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വന്നിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞങ്ങൾ കാശ്മീരിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എരിവിനും കൊഴുപ്പിനും വേണ്ടി ഏറെ മുളക് പൊടി ചേർക്കുവാണേ. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാവേ. നമുക്കിതിലേക്ക് ഇച്ചിരി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇളക്കാം. ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. അരപ്പ് നന്നായി തിളച്ച് തുടങ്ങി. ഇതിലേക്ക് ഞാൻ ചെമ്മീനാണ് ഇടുന്നത്. നമുക്ക് ഇച്ചിരി കരിയാപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇതും തയ്യാറാക്കി നോക്കണം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമുക്കൊത്തിരി സ്വല്പം കരിയാപ്പില കൂടെ തൂളാതെ. കരിയാപ്പില ഇല്ലെങ്കിൽ എന്ത് മീൻ കറിയല്ലേ. അപ്പം നമ്മുടെ കറി ഉണ്ടോ? നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞ് ഈ കറി മാത്രം മതി. നമുക്ക് ഒരു പറ ചോറുണ്ട് ഉണ്ടോ. നമ്മുടെ ചെമ്മീൻ കറി, നല്ല അടിപൊളി ചെമ്മീൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ.